ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സല ലേണിംഗ്. സോ എല്ലാവരും വെയിറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു ചാപ്റ്റർ വൈസ് വെയിറ്റേജ് വീഡിയോ എന്ന് പറയുന്നത്. ഫിസിക്സ് വന്നു, കെമിസ്ട്രി വന്നു, ബയോളജി വന്നു, ഇവിടെ മാത്തമാറ്റിക്സ് എവിടെ ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ കൂടിയാണ്. അതായത് എക്സാമിൽ നമുക്ക് ഏകദേശം ബോർഡ് എക്സാമിന് 1 മന്താണ് കഷ്ടിച്ച് ബാക്കിയുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടിപൊളിയായിട്ട് എന്ത് ചെയ്യാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന കാര്യം എന്താണ്, ഇപ്പോൾ നമ്മൾ പഠിക്കാത്തൊരു ടോപ്പിക് ഉണ്ടെങ്കിൽ, പഠിക്കാത്ത ചാപ്റ്റർ ഉണ്ടെങ്കിൽ അത് പഠിക്കാതെ എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്തിട്ട് എക്സാമിന് പോകാമെന്ന് ചിന്തിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ എന്താ അത് ചെയ്യുന്നത്, നമുക്ക് ആ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ല, ആ ചാപ്റ്ററിന് ഇത്ര മാർക്ക് ചോദിക്കും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ചാപ്റ്റർ പഠിക്കാതെ എക്സാം ഹോളിൽ പോകുന്നു. നിങ്ങൾക്കറിയാം, നമുക്ക് നല്ല മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ചാപ്റ്ററും എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അത് മാത്രമല്ല ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് അറിഞ്ഞു പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഈ ചാപ്റ്ററിന് ഇത്ര മാർക്കിന് ചോദിക്കാറുണ്ട്, ഈ ചാപ്റ്ററിന് ഇത്ര മാർക്കിനേ ചോദിക്കാറുള്ളൂ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇപ്പം നമുക്ക് നോക്കാം +2 മാത്തമാറ്റിക്സിലെ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ്. സോ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്, നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആണ്. +1 റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ +2 കുറച്ചുകൂടി കട്ടിയാണെന്ന് മാത്രമേ ഉള്ളൂ. റിഫ്ലക്സീവ്, സിമെട്രിക്, ഓർമ്മയില്ല നിങ്ങൾക്ക്, ഇൻജക്റ്റീവ്, ബൈജക്റ്റീവ് ഒക്കെ പഠിക്കുന്ന റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് മക്കളെ അത്യാവശ്യം കട്ടിയുള്ള, അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്റർ ആണ്. 7 മാർക്കിന് മക്കളെ എപ്പോഴും എന്തുണ്ടാവാറുണ്ട്, ബോർഡ് എക്സാമിന് ചോദിക്കാറുണ്ട്. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ചെറിയ ചാപ്റ്റർ ആണ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. നിങ്ങൾക്ക് +1 ട്രിഗണോമെട്രിയിലെ ഏറ്റവും കൂടുതൽ ബേസിക്സ് ആവശ്യമുള്ള ചാപ്റ്റർ ആണ്. ITF എന്ന് പറയുന്ന ഷോർട്ട് ഫോം ഉള്ള നമ്മുടെ ഇൻവേഴ്സ് ചാപ്റ്റർ അല്ലേ. അപ്പോൾ അത്രത്തോളം ബേസ് ആവശ്യമുള്ള ചാപ്റ്റർ ആണ്. 3 മാർക്കിനാണ് മക്കളെ എക്സാമിന് ചോദിക്കുക. 3 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റിയ 3 മാർക്ക് തന്നെയാണ്. നെക്സ്റ്റ് വരുമ്പോൾ മെട്രിസസും ഡിറ്റർമിനൻസും ആണ്. +2 മാത്സിൽ എല്ലാവരുടെയും ഫേവറേറ്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ 2 ചാപ്റ്റേഴ്സ് ആണ്. ഒന്ന് മെട്രിക്സും മറ്റൊന്ന് ഡിറ്റർമിനൻസും. മെട്രിക്സിനെ സംബന്ധിച്ച് 7 മാർക്കിന് എക്സാമിന് ചോദിക്കും. ഡിറ്റർമിനൻസ് നമുക്കറിയാം 6 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ചാപ്റ്റർ ആണ്. 6 മാർക്കിന് നമുക്ക് എന്ത് ചോദിക്കാറുണ്ട്, സോൾവ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണിക്കാറില്ല ഞാൻ എപ്പോഴും. അത് 6 മാർക്കിന് ഡിറ്റർമിനൻസ് ചാപ്റ്റർ എന്നാണ്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ മെയിൻ പാർട്ട് ഇതൊന്നുമല്ല. മെയിൻ പാർട്ട് ഇതാണ്, നമ്മുടെ സ്വന്തം എന്താണ്, കാൽക്കുലസ് ആണ്. അപ്പോൾ കാൽക്കുലസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ കണ്ടല്ലോ, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, അപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ്, നമ്മുടെ രാജാവ് ആരാണ്, ഇൻറ്റഗ്രൽസ്, ദെൻ അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പോൾ നിങ്ങളിപ്പോൾ നമ്മുടെ ബോർഡ് എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മക്കൾക്ക് ഓപ്ഷൻസ് കൂടെ വരുവാണെങ്കിൽ മൊത്തം 80 മാർക്സിലാണ് എന്ത് പറയുക, ബോർഡ് എക്സാം ഉണ്ടാവുക. ബാക്കിയൊക്കെ ഓപ്ഷൻസ് കൂടുതലുള്ള മാർക്ക് മിസ് കൂട്ടുവാണെങ്കിൽ 80 മാർക്സിൽ എന്തുണ്ടാവും, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എക്സാം പേപ്പറിൽ. അപ്പോൾ ഇതിൽ ഒരു 41%, ഏതാണ്ട് 45% എന്താണ് മക്കളെ, കാൽക്കുലസ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മെജോറിറ്റി എന്ന് പറയാം ഒരു 41% തന്നെ എന്താണ്, നമ്മുടെ കാൽക്കുലസ് തന്നെയാണ്. ഇവരെല്ലാവരും നിരന്ന് നിൽക്കുമായിരിക്കും. 5 എണ്ണമാണ് കാൽക്കുലസിൽ വരുന്നത്. കണ്ടിന്യൂറ്റി ഭയങ്കര വാസ്റ്റുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾക്കറിയാം കാൽക്കുലസിൻ്റെ ഏറ്റവും ബേസിക്സ് എവിടെയാണ്, കണ്ടിന്യൂറ്റിയിലാണ്. 9 മാർക്കിന് ചോദിക്കും. കണ്ടിന്യൂറ്റി ടോപ്പിക് ഉണ്ട്, ഡിഫറൻഷ്യബിലിറ്റി ടോപ്പിക് ഉണ്ട്. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ബേസ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ നിന്നാണ്. അപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ് ആണെങ്കിലും മക്കളെ ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ചാപ്റ്ററാണ്. അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ആണ് 7 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ കടൽ പോലെ കിടക്കുന്ന നമ്മുടെ സ്വന്തം ഇൻറ്റഗ്രൽസ് ആണ് 9 മാർക്കിന് ചോദിക്കും. നെക്സ്റ്റ് അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ്. ഇത് പഠിച്ചാൽ മാത്രം മനസ്സിലാവും എന്ന് ഞാൻ പറയില്ല, കുറച്ച് ഇക്വേഷൻസ് മാത്രം പറഞ്ഞാൽ മതി അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസിൽ. സോ അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസിൽ 4 മാർക്ക് ചോദിക്കാറുണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ 4 മാർക്കിൽ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതൊക്കെ എപ്പോഴും എന്താണ് 4 മാർക്ക് തന്നെയാണ്, ഇത്രയും കാലമായിട്ട് മാറിയിട്ടേ ഇല്ല. സോ മൂവിങ് ടു നെക്സ്റ്റ് എന്താ മക്കളെ, വെക്ടർ 3D LPP ആൻഡ് പ്രോബബിലിറ്റി ആണ്. വെക്ടറിൽ മക്കളെ 7 മാർക്കിന് ചോദിക്കാറുണ്ട്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്റർ ആണ്. ഇതെന്താണ്, നോൺ കാൽക്കുലസ് സെക്ഷൻ ആണ്. കാൽക്കുലസിൽ ഉൾപ്പെടുന്ന ആൾക്കാരല്ല. വെക്ടേഴ്സിൽ 7 മാർക്ക്, 3D ജോമെട്രി 4 മാർക്ക്, LPP എത്രയാണ്, 6 മാർക്ക്. ആ സോൾവിങ് ക്വസ്റ്റ്യൻ ഇല്ലേടാ, അതൊക്കെ എന്താണ്, ഫീസിബിൾ റീസണിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ അല്ലേ, 6 മാർക്കിന് എപ്പോഴും ചോദിക്കും കേട്ടോ. പ്രോബിലിറ്റി എന്താണ്, 7 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് വെയിറ്റേജ് വരുന്നത്. ഞാൻ ഈ വീഡിയോ അത്രയും ലെങ്തി ആക്കാൻ ഉദ്ദേശിച്ചതായിരുന്നില്ല, എന്നാലും മക്കൾക്ക് ഏകദേശം ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, അപ്പോൾ ഔട്ട് ഓഫ് 80 ആണ് മിസ് മാർക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സാം ഹോളിൽ നിങ്ങൾ എക്സാം പേപ്പറിൽ ഇത്രയും മാർക്കിന് എന്തുണ്ടായിരിക്കും, നിങ്ങളുടെ മുന്നിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യമാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. സോ സ്റ്റേ ട്യൂൺ ഗൈസ്, ബൈ.